ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിൽ വയനാട്ടിലാട്ടോ. അപ്പോൾ അവിടുന്ന് എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ മൊത്തമായിട്ടില്ല, കുറച്ച് മോർണിംഗിൽ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ എണീറ്റ പാടെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് സാധാരണ ചെയ്യാറ്. കാരണം ആ രാവിലത്തെ ഒരു വ്യൂ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഉള്ളൊരു കാര്യമാണ് വീട്ടിൽ നിന്ന്. ഇന്നിപ്പം മഞ്ഞ് വളരെ കുറവാണ്, അല്ലെങ്കിൽ സാധാരണ മഞ്ഞും കൂടെ ഉണ്ടാവും. അപ്പം നല്ലൊരു വ്യൂ ആയിരിക്കും രാവിലെ തന്നെ മുറ്റത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുക. ചെടികളും മരങ്ങളും കിളികളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ ഇച്ചാൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോകാറ്. പക്ഷേ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ആദ്യം എണീറ്റ പാട് തന്നെ മുറ്റത്തേക്ക് പോകാറുള്ളത്. അപ്പം കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്നതിന് ശേഷം ഞാൻ പിന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏടും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടെ ബ്രഷ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൻ ഒറ്റയ്ക്ക് ചെയ്തോളും. നമ്മൾ ബ്രഷ് എടുത്ത് കൊടുത്ത് പേസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ആൾ നിന്ന് ബ്രഷ് ചെയ്യില്ല, ആൾക്ക് നടന്നേ ബ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവനിങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ബ്രഷൊക്കെ ചെയ്ത് സ്വന്തം ചെയ്തോളും. അപ്പോൾ അവന് ഇവിടെ ഈ വാഷിംഗ് മെഷീനിൽ അവന് കയ്യെത്തില്ല. അപ്പോൾ അവൻ അപ്പുറത്ത് പോയിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിക്കോളും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും വേഗം പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടോ. അപ്പം ജൂഡും എണീറ്റിട്ടില്ല, ഏട് മാത്രമേ എണീറ്റിട്ടുള്ളൂ. പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞാൻ നേരെ മമ്മീൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് വിട്ടു കേട്ടോ. മമ്മി അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീനോട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഏടു നേരത്തെ എണീറ്റത് കൊണ്ട് ഏടുവിന് വിശക്കാൻ തുടങ്ങി. അവന് രാവിലെ എണീക്കുമ്പോൾ തന്നെ അവന് നന്നായിട്ട് വിശക്കും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നുള്ളതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞു എന്നോട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഗീയിൽ വേറൊന്നും ചേർക്കുന്നില്ല, ഗീ ഒഴിച്ചിട്ട് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അവന് കൊടുത്തു. ജൂഡും എണീറ്റില്ലാത്തതുകൊണ്ട് അവന് വേണ്ടി ഉണ്ടാക്കുന്നില്ല. അവൻ എണീക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവും. പിന്നെ വെറുതെ ബ്രെഡ് ഉണ്ടാക്കി വെച്ച് പിന്നെ തണുത്തു പോകുമല്ലോ. അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കുന്നില്ല, ഏടുക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അവനതൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകും. പിന്നെ അവന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ചായയൊക്കെ കുടിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്താണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 90 ഡിഗ്രി വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണിത്. ഉള്ളിലേക്കുള്ളൊരു വ്യൂ കിട്ടും, അതേപോലെ തന്നെ പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടും. അടുക്കളേൻ്റെ പുറത്തായിട്ട് വരുന്നൊരു ചാർത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് പൊതുവേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും അനിയത്തിയാണെങ്കിലും ഞങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറില്ല സാധാരണ. കാരണം വീട്ടിലെല്ലാവരും 3 പേരും ഞങ്ങൾ 3 സമയത്ത് എണീക്കുന്നത് കൊണ്ട് ഞങ്ങൾ വരുമ്പോഴാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എണീക്കുമ്പോൾ കഴിക്കുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടാണ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മമ്മി രാവിലെ തന്നെ തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിരിച്ചിടാമെന്ന് കരുതി. സാധാരണ അനിയത്തി ഉണ്ടാവാറുണ്ട് ഈ പണികളിലെല്ലാം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് അവളെ കാണാത്തത്, അല്ലെങ്കിൽ എല്ലാത്തിനും അവളും സാധാരണ കൂടും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തേക്കുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് കോവയ്ക്ക വറുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് വേഗം അരിയാൻ തുടങ്ങി. അപ്പോൾ മമ്മീൻ്റെ അടുക്കള തോട്ടത്തിലുണ്ടായ കോവയ്ക്കയാണ് ഇതെല്ലാം. അപ്പോൾ ഒട്ടും പോലും വിഷം അടിക്കാതെ ഉണ്ടായ കോവയ്ക്കയാണ്. അപ്പോൾ കുറച്ചൊക്കെ കേടുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഞാൻ അതെല്ലാം വേഗം റെഡിയാക്കുകയാണ്. കുറച്ച് പഴുത്തതൊക്കെ ഉണ്ട്. സാധാരണ പഴുത്ത കോവയ്ക്ക വറുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പഴുത്തൊന്നും കളഞ്ഞില്ല, കാരണം ഓർഗാനിക് ആണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ആകുമ്പോൾ അത്ര ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഇട്ടു. അങ്ങനെ വേഗം അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. പിന്നെ അപ്പോഴത്തേക്കും മമ്മി കഞ്ഞിക്കുള്ള പരിപാടികളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അരിയൊക്കെ കഴുകി എല്ലാം സെറ്റാക്കുന്നുണ്ട്. സാധാരണ ഞങ്ങളുടെ അടുക്കളയല്ല, അടുക്കളയുടെ പുറകുവശത്തുള്ള അടുക്കളയുടെ ചാർത്താണ്. ഞങ്ങൾ അവിടെ നിന്നാണ് എല്ലാം ചെയ്യാറ്. കാരണം നല്ലൊരു വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അങ്ങനെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ആക്ച്വലി ചെയ്യാറ്. ഞാൻ കോവയ്ക്കൊക്കെ അപ്പോഴത്തേക്കും മസാലയൊക്കെ പുരട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വറക്കുന്നില്ല, ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. കഴിക്കാൻ നേരത്ത് മാത്രമേ വറക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം മമ്മീൻ്റെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് നോക്കി ഇറങ്ങി. മമ്മി എന്ത് വേസ്റ്റ് സാധനം കണ്ടാലും അതിനകത്തൊക്കെ ചെടി നട്ട് വെക്കും കേട്ടോ. ഇതൊക്കെ പൊളിഞ്ഞു പോയ ഒരു ബക്കറ്റാണ്, അതിലൊക്കെ മമ്മി ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മിക്ക് ചെടീനോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ എവിടെയെങ്കിലും ചെടി വെക്കാൻ അവസരം കിട്ടി അവിടെ മമ്മി വെക്കും. വീടിനകത്തൊക്കെ ഇഷ്ടംപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം മോരിനുള്ള
ഉച്ചക്കത്തേക്ക് മോര് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോരിനുള്ള ഇതൊക്കെയാണ് ഞാൻ തേങ്ങയാണ് ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിയനും എന്താ അവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. മമ്മീനോട് അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മമ്മിയോട് വർത്തമാനം പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അപ്പോഴത്തേക്കും ഡാഡി വന്നു. അപ്പോൾ നമ്മൾ കപ്പളങ്ങ ഇട്ട് മോരുകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡാഡി കപ്പളങ്ങയൊക്കെ ചെത്താൻ വേണ്ടി ഞാൻ ഡാഡിനെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം അത് കുറച്ച് പാടാണ്. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡാഡി അത് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അടുക്കളപ്പണിയൊക്കെ ഡാഡി കുറച്ചൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇച്ചാൻ്റെ വീട്ടിലാണെങ്കിലും പപ്പയാണെങ്കിലും നല്ല രീതിയിൽ എന്നെ അടുക്കളയിൽ സഹായിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പപ്പയ്ക്ക് വയ്യ, അപ്പോൾ ഇപ്പോൾ ചെയ്യാറില്ല. അപ്പം ഡാഡിയാണെങ്കിലും പപ്പയാണെങ്കിലും എല്ലാത്തിനും നമുക്ക് കുറച്ചൊക്കെ അടുക്കളയിൽ സഹായിക്കും കേട്ടോ. അങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും ഇല്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം ഞങ്ങൾ രാവിലത്തെ അത്യാവശ്യം പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം മമ്മി അവിടെ എല്ലാം അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ജൂഡു എണീറ്റ് വന്നത്. അവനാണെങ്കിൽ അവിടെ കിടന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ അവനെ ഇനി പല്ല് തേപ്പിക്കണം, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. ഡാഡി പത്രം വായിക്കാനിരുന്നു. ഏടു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് പുറത്ത് കളിക്കാൻ ഇറങ്ങി. അപ്പം ഞാൻ കുറച്ച് നേരം മമ്മീൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. ബോഗൺവില്ല റോഡിൻ്റെ 2 സൈഡിലായിട്ടും മമ്മി നിറച്ചും ബോഗൺവില്ലയായിട്ടോ പിടിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ പൂത്ത് ഉലഞ്ഞ് നിൽപ്പുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ വെട്ടിക്കൊടുക്കാനുള്ള സമയമായി. പക്ഷേ ഇതിൻ്റെ പൂ കാണുമ്പോൾ നമുക്കങ്ങനെ വെട്ടാൻ തോന്നില്ല. ശരിക്കും കാറൊക്കെ എടുക്കുമ്പോൾ കാറിൽ ഉരഞ്ഞിട്ടാണ് ഇതൊക്കെ പോകുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മളങ്ങനെ അതിൻ്റെ പൂ കാരണം അങ്ങനെ വെട്ടാതെ നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ എല്ലാം കാണാനായിട്ട്. നല്ലൊരു പ്രത്യേക ബ്രൈറ്റ് കളേഴ്സാണ്. അത്യാവശ്യം എല്ലാ കളേഴ്സ് ബോഗൺവില്ലയും മമ്മീൻ്റെ കളക്ഷനിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2-3 കളറ് ബോഗൺവില്ലയും അതുപോലെ തന്നെ കളറ് മാറുന്ന ഒരു ഇലയുണ്ട്. അതും കൂടെ ചേർന്ന് ഇടകലർന്ന് അങ്ങനെ കൂടി പടഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ ഈ ഒരു പോയിൻ്റ്. ഈ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വെട്ടാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ മമ്മിക്ക് കുറേ ആന്തൂറിയുണ്ട്, ഓർക്കിഡുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാവിലത്തെ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുങ്ങിയതുകൊണ്ട് തന്നെ മമ്മി അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മി അങ്ങനെ ചെടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമണി എണീറ്റു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് നേരം അവളെ നോക്കിയാലാണ് അനീതിക്ക് ബ്രഷൊക്കെ ചെയ്ത് രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ തൊപ്പിയൊക്കെ ഇടിച്ചിട്ടാണ് അവളെ നടത്തിക്കുന്നത്. അപ്പോഴത്തേക്കും ഏടും ചൂടുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അവരും പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവളിങ്ങനെ കുലുക്കിക്കൊണ്ട് നടന്നാൽ മാത്രമേ ആൾ സെറ്റിലാവും കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ട് അങ്ങനെ നടന്നാൽ അവളങ്ങനെ സെറ്റിലാവത്തില്ല. അവളെ അങ്ങനെ നമ്മൾ എടുത്ത് എപ്പോഴും ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കണം, എന്നാലാണ് ആളൊന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം ഞാനങ്ങനെ കുറച്ച് നേരമൊക്കെ എടുത്ത് നടത്തി അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.